ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. രാവിലെ തന്നെ ആമിയെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടി നടക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായി കേട്ടോ പാർക്കിലോട്ട് നടക്കാനായിട്ട് വന്നിട്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് നടക്കാനായിട്ട് വരുമായിരുന്നു. ഹസ്ബൻഡിന് അന്നൊക്കെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഇപ്പോൾ ഓഫീസിൽ പോകുന്നത് കൊണ്ട് നമുക്ക് സമയം കിട്ടുന്നില്ല. മാത്രമല്ല രാവിലെ ഞാൻ ടെറസിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ വെക്കേഷൻ ടൈം ആയിരുന്ന ആ ഒരു ടൈമിലില്ലേ ഈ ഒരു പാർക്കിൽ വരുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ടാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഇവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര രസമുണ്ട് കാണാനൊക്കെ. നല്ല ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു പാർക്കായിരുന്നേ. മാത്രമല്ല കൂടുതലും ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടേക്ക് വരുന്നത്. ഞങ്ങൾ മുന്നേ പോയിക്കൊണ്ടിരുന്ന പാർക്കിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കുമാണ്. മാത്രമല്ല അതൊരു മെയിൻ റോഡ് സൈഡാണ് കേട്ടോ. ഇത് കുറച്ചൊന്ന് ഉള്ളിലോട്ടിരിക്കുന്ന പാർക്കാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ചെറിയൊരു ലേക്ക് പോലെയാണ്. അവരതിനെ കുളം പോലെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് സംരക്ഷിച്ച് നിർത്തിയേക്കുന്നതാണ് കേട്ടോ. നമ്മളൊരു 8:30-ക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആമിയെ സ്കൂളിൽ വിട്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. അതുകൊണ്ട് അല്പം വെയിൽ കൂടുതലാണ്. ഞങ്ങൾക്ക് എന്തായാലും രാവിലെ വന്ന് നടക്കാനുള്ള സമയം കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ മാക്സിമം നമുക്ക് ഈ ഇങ്ങനെ പാർക്കിൽ വന്ന് നടക്കുന്നതാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നാറുണ്ട്. കാരണം വീട്ടിൽ നടക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയും സ്പേസ് കിട്ടത്തില്ല. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കുറേ ദൂരം നടക്കുകയും ചെയ്യാം, കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റും. പിന്നെ പുറത്തുള്ളൊരു ഫ്രഷ് എയർ നമുക്ക് ശ്വസിക്കുന്നത് വളരെ നല്ലതല്ലേ. അപ്പം ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെയും തുടങ്ങിയിട്ട് കൂടി ഇല്ല കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ മൈൻഡ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്വയം നമുക്കൊരു ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നാൽ മാത്രമാണ് നമുക്ക് തുടങ്ങാനും പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും എക്സസൈസ് എനിക്ക് ചെയ്യാനായിട്ട് ഒരു സമയം തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ മോളെ രാവിലെ സ്കൂളിൽ വിടുന്നത് കൊണ്ട് രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്രയൊക്കെ നേരത്തെ എഴുന്നേറ്റാലും ഞാൻ നേരെ പോകുന്നത് അടുക്കളയിലോട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇപ്പം എന്തായാലും എക്സസൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നടക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ ഫ്രഷപ്പായി ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷം രാവിലെ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിച്ചിട്ടാണ് നടക്കാനായിട്ട് പോയത്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു കോൾഡ് പോലെ വന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലായിരുന്നു എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ബെഡൊന്ന് ഒതുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വായിച്ചതാണ്, ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് നമുക്കൊരു എനർജി തരികയും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിൽ ഒരു കാര്യം കൂടിയാണെന്ന് ഞാൻ വായിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്കും ശരിയാണെന്ന് തോന്നി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉറക്കം എഴുന്നേറ്റ് അതേപടി അങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വീടിനുള്ളിൽ ഒരു ആ ഒരു നെഗറ്റിവിറ്റി അങ്ങനെ കിടക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അതേസമയം നമ്മളിതൊന്ന് ഒതുക്കിയിടാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മളൊരു അടുക്കും ചിട്ടയുള്ള ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും അത്രേ. അത് സൈക്കോളജിക്കലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്കത് തോന്നിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം എനിക്ക് രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡും മോളും ഒന്നും എഴുന്നേൽക്കില്ല. അപ്പോൾ അപ്പോഴൊന്നും എനിക്ക് ബെഡ് മേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എന്തായാലും അവരൊക്കെ പോയതിന് ശേഷം ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഞാൻ എന്തായാലും ബെഡ് മേക്ക് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഞാനത് വായിച്ചറിഞ്ഞൊരു കാര്യമാണ്. പിന്നെ വന്നിട്ട് ഞാൻ ഈ ഒരു ബുദ്ധ സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഷൂറാക്കില്ലേ, ഇവിടെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ വെള്ളമൊന്നും പറ്റാനായിട്ട് പാടില്ല. മൈക്കയിലുള്ള സാധനം ആയതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോവും. അതുകൊണ്ട് മാക്സിമം വെള്ളം ആവാതെ ഞാൻ മാക്സിമം സൂക്ഷിച്ചാണ് കേട്ടോ അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ മേലെ ഒരു ഗ്രീൻ മാറ്റ് വാങ്ങിയിടണമെന്ന് ആഗ്രഹമുണ്ട്. അതെപ്പോഴെങ്കിലും വാങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലക്കി ബാമ്പൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ഡെയിലി ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. അത്യാവശ്യം പൊടിയായി എന്ന് തോന്നുമ്പോഴത്തേക്കും ഞാൻ ഇതൊന്ന് തുടച്ചെടുക്കാറുണ്ട്. പിന്നെ മാസത്തിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ഈ ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് വെള്ളം നിറച്ച് വെക്കാറുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒട്ടും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരു കാര്യമാണ് ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുക എന്നുള്ളത്. പക്ഷേ ഇത്തവണ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്കിത് വളർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നൊക്കെയാണ് എനിക്ക് ഈ ചെടിയൊക്കെ കിട്ടിയെന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ വ്ളോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പഴയ വ്ളോഗുകളാണ്. അപ്പോൾ എന്തായാലും
എന്തായാലും അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ചു. പിന്നെ ഇതിനിടയിൽ തന്നെ ഉരുളിയിലിരുന്ന പൂക്കൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പൂക്കൾ ഞാൻ മാറ്റുന്നത് ഡെയിലി മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം വാടി തുടങ്ങുമ്പോഴത്തേക്കും തന്നെ മാറ്റും. ചിലരാണെന്നുണ്ടെങ്കിൽ ഈ പൂക്കൾ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ മാറ്റില്ല. ഞാൻ എവിടെയോ കേട്ടതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഉരുളിയിൽ വെള്ളം ഒഴിക്കത്തില്ലേ, ആ സമയത്ത് കുറച്ച് പച്ചക്കർപ്പൂരവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പൂക്കൾ വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ പൂക്കൾ ഫ്രഷായിട്ട് ഇരിക്കും അത്രേ. മാത്രമല്ല നല്ലൊരു മണമായിരിക്കും. ഒരു ദൈവികമായൊരു മണം നമ്മുടെ വീടിനുള്ളിൽ സ്പ്രെഡ് ചെയ്യുമെന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് പച്ചക്കർപ്പൂരം ഇല്ല, എനിക്കിനി അത് മേടിക്കണമെന്നുണ്ട്. എപ്പോഴെങ്കിലും സാധിക്കുകയാണെങ്കിൽ മേടിക്കാം. ഞാനിപ്പോൾ വെറുതെ പച്ചവെള്ളത്തിൽ പൂക്കളിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ തന്നെ ആണെങ്കിലും ഈ പൂക്കൾ ഇങ്ങനെ ഇട്ട് വെക്കുന്ന കാണുമ്പോഴത്തേക്കും ഇല്ലേ, ഭയങ്കരമായിട്ട് മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും കേട്ടോ. നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന ചില കളേഴ്സ് ഉണ്ട്. ഇതുപോലെ ബ്ലൂ കളറ്, പച്ച കളറൊക്കെ നമുക്ക് കണ്ണിന് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി തരുന്ന കളേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ പൂക്കളുടെ പല നിറത്തിലുള്ള കളേഴ്സ് നമുക്ക് ഇവിടെ കണ്ടാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി രൂപപ്പെടും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ലിവിങ് റൂമിലെ ഈ ഒരു എൻട്രി വേ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആരുടെയും പേരിപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ പറഞ്ഞവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബുക്ക് വായിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴും ഒക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഞാൻ ആദ്യമായിട്ട് ബുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് എനിക്കതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ ഒരുപാട് ബുക്ക് ലവേഴ്സ് നമ്മുടെ ഈ ഫാമിലിയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇതുവരെയും വായിച്ചു തുടങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു തുടങ്ങിക്കോളൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ. പക്ഷേ പലർക്കും അത് സാധിക്കില്ല. ഈവൻ എനിക്ക് പോലും ചില ദിവസങ്ങളിൽ എൻ്റെ എനർജി ഭയങ്കര ലോ ആയിരിക്കും കേട്ടോ. ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മോളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നേരെ പോയിട്ട് ഫോൺ അങ്ങോട്ട് എടുത്തിട്ട് റീൽസോ ഷോർട്സോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. കണ്ട് പിന്നെ എങ്ങനെ പോയാലും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും ആ ഒരു ഫോണിൻ്റെ പുറകിലായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ എനർജി ഭയങ്കരമായിട്ട് കുറയുകയും അതുപോലെ തന്നെ നമുക്ക് മടി പിടിച്ചിരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് അങ്ങോട്ട് ക്ഷീണമായിരിക്കും, ഉറങ്ങാനൊക്കെ തോന്നും, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പം മനഃപൂർവ്വമായിട്ട് സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് എന്തായാലും ഫോൺ എടുക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഇടണം, പിന്നെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഇതിനിടയിൽ നിങ്ങൾ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് മിക്കവാറും ഞാൻ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് സമയം, അതായത് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ദിവസത്തിൽ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെയാക്കി വെട്ടിച്ചുരുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ആപ്പ് നമ്മളിങ്ങനെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കഴിഞ്ഞാലും നമ്മൾ ഓരോന്നിലായിട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഫോൺ കാണാനൊക്കെ ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ. പലപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്, പക്ഷേ നടക്കാറില്ല. ചില ദിവസങ്ങളിൽ ഞാൻ മനഃപൂർവ്വം ഫോൺ എടുക്കാറില്ല കേട്ടോ. എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഫോൺ തൊടുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അങ്ങനെ ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിങ്ങനെ ഒഴിവാക്കി തുടങ്ങാം. ഒഴിവാക്കുക മീൻസ് ആ ഒരു ഫോണിൻ്റെ ഉപയോഗം കുറച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള മറ്റു കാര്യങ്ങളിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ആമിയുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ആമിയെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഹസ്ബൻഡിനോടൊപ്പം നടക്കാൻ പോയി. നടന്നിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് ഫോൺ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. ഇന്നത്തെ ദിവസം എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. മാത്രമല്ല എനിക്ക് ക്ലീനിങ് ചെയ്യേണ്ട അത്യാവശ്യമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു ലിവിങ് റൂമിൽ ഒരുപാട് ഡസ്റ്റ് ഇങ്ങനെ എപ്പോഴും വന്നിരിക്കും. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്താലാണ് പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ഡെയിലി ഞാൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്നിട വിട്ടെങ്കിലും ഈ ഡസ്റ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്.
ചിലർക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് ഇതുപോലെ, അല്ലെങ്കിൽ ചിലർ എന്തോ അതൊരു മോശം കാര്യമായിട്ടൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. വീട് വൃത്തിയാക്കലും വീട്ടിലെ പണികൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര എന്തോ ഒരു വലിയൊരു കുറവായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. എനിക്ക് പേഴ്സണലായിട്ടും അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ ഒരു നാണക്കേട് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മുടെ വീട് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ മക്കളുടെയും നമ്മളുടെയൊക്കെ ആരോഗ്യത്തിനും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിപ്പോൾ വീട്ടമ്മമാർ ഒറ്റയ്ക്ക് തന്നെ കിടന്ന് ചെയ്യണമെന്നൊന്നുമില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചെയ്യാം. പക്ഷേ എത്രത്തോളം ആളുകൾ അതിന് കുടുംബത്തിൽ എല്ലാവരും സഹകരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ മറ്റുള്ളവരെ നോക്കി നിൽക്കാറില്ല കേട്ടോ. എനിക്കതിൽ പരാതിയില്ല. ചിലർക്കാണെങ്കിൽ ഭയങ്കര പരാതിയൊക്കെ ഉണ്ട്, ഇതുപോലെ മറ്റുള്ളവരാരും സഹായിക്കുന്നില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി ഏത് ജോലി ചെയ്താലും നമുക്ക് അത് ആസ്വദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ഭാരമായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ച്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ മനോവിഷമത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്ത് തീർക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഭാരമോടെ അത് ആർക്കോ വേണ്ടി ചെയ്ത് തീർക്കുന്ന പോലെ തോന്നും. അതേസമയം നിങ്ങളൊന്ന് എൻജോയ് ചെയ്ത് നോക്കിയേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എപ്പോഴും എല്ലാ പണികളും സ്ത്രീകൾ മാത്രം തന്നെ എടുക്കണമെന്ന്. ഒരിക്കലും അല്ല കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സ്ത്രീകളും പുരുഷന്മാരും മക്കളും എല്ലാവരും ഇതിലൊക്കെ പങ്കെടുക്കണം. ചിലപ്പോൾ മറ്റുള്ളവരുടെ സിറ്റുവേഷൻ നമ്മളെപ്പോലെ ആയിരിക്കില്ല. മറ്റുള്ളവരിൽ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. വീട് വൃത്തിയാക്കലും തുടയ്ക്കലും തൂക്കലും ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ പോലും പുള്ളിയുടെ റൂം ഒറ്റയ്ക്ക് പോയി ക്ലീൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മാത്രമല്ല അതിൽ ഒരു ഗുണമെന്ന് പറയുന്നത്, അത് മറ്റുള്ളവരെയും അത് ഇൻസ്പയർ ചെയ്യും. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെന്തോ വലിയ കഷ്ടപ്പാടിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, ചുറ്റുമുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ അവർ നമ്മളെ അനുകരിക്കുന്നവരും ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ ഒരു ബാധ്യതയോടുകൂടി അല്ലെങ്കിൽ ഒരു വലിയ ഭാരമായിട്ടൊന്നും വിചാരിച്ചിട്ട് വീട് ക്ലീൻ ചെയ്യാനായിട്ട് ഇരിക്കേണ്ട. നിങ്ങൾക്ക് അങ്ങനെ മറ്റുള്ളവരുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫ്രീ ആവുന്ന ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ക്ലീൻ ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ വീട് വൃത്തിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിച്ചു പോകത്തേ ഉള്ളൂ. പിന്നെ ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് ക്ലീൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഓവർ ക്ലീനിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോന്നും നോക്കിയും കണ്ടോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീടൊന്ന് ഒതുക്കിയിട്ടാൽ തന്നെ അത്യാവശ്യം വൃത്തി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പോൾ ഓരോന്നും എടുത്ത് പൊടി തട്ടി എടുത്തുകൊണ്ടിരിക്കാനുള്ള സമയം കാണത്തില്ല. ചിലപ്പോൾ പലരും വർക്കിംഗ് വുമൺസ് ആയിരിക്കും, എല്ലാവരും ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഓരോ റൂമോ ഹാളോ കിച്ചണോ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഇനി ഒരു പക്ഷേ ആരും സഹകരിച്ചില്ലെങ്കിലും സ്വയം നമുക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാവണം, നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കിയിടണം. അത് ഇല്ലെങ്കിൽ എല്ലാവരെയും മാനസികമായിട്ടും ബാധിക്കുമെന്നൊക്കെ സ്വയമായിട്ടൊരു ബോധം വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ആരായാലും ചെയ്തു പോയിക്കോളും എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലേ, എല്ലാവരുടെയും ചിന്താഗതികൾ വ്യത്യസ്തമായിരിക്കും. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു ദിവസം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഒട്ടും സാധ്യമുള്ളൊരു കാര്യമല്ല കേട്ടോ. കാരണം നമുക്കൊരു എനർജി ലെവലുണ്ടല്ലോ, നമ്മളത് മാക്സിമം ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളങ്ങോട്ട് ടയേർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് ദിവസം മുഴുവനും 24 hours നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റെസ്റ്റ് എടുത്ത് ജോലികൾ ചെയ്യുക. അതുമാത്രമല്ല, ഞാൻ ഇന്നൊരു ദിവസം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ നാളെ റെസ്റ്റ് എടുക്കും, പിന്നെ മറ്റന്നാളായിരിക്കും ചെയ്യുന്നത്. പിന്നെ സാറ്റർഡേ സൺഡേ ഞാൻ ഒരു പരിപാടിക്കും നിൽക്കത്തില്ല കേട്ടോ. കാരണം എൻ്റെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന 2 ദിവസങ്ങളാണ്. ഞാൻ ആ സമയത്ത് ഫോൺ പോലും അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്. അതുപോലെ തന്നെ മോളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അവളും സാറ്റർഡേ ചില ദിവസങ്ങളിൽ അവൾക്ക് സ്കൂൾ കാണും. അതുകൊണ്ട് മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ വീക്ക് ഡേയ്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി 5 ദിവസം എനിക്ക് മാക്സിമം വീട്ടിലെ കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ 2 ദിവസം ഞാൻ മസ്റ്റായിട്ടും റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആഴ്ചയിൽ 3 വീഡിയോ ചെയ്യുന്നതും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം എനിക്ക് റെസ്റ്റ് വേണം, പിന്നെ എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമ്മളും നമ്മുടെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ നമ്മളൊരു റുട്ടീനൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു കാര്യവും നമുക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ സക്സസ് ആവാനോ ഒന്നും പറ്റില്ല കേട്ടോ. പടിപടിയായിട്ട് മാത്രമാണ് നമുക്ക് ഏത് കാര്യവും തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ റുട്ടീൻ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എൻ്റെ സാഹചര്യം ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടേത്. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നവരായിരിക്കാം, ചിലപ്പോൾ ലേറ്റായിട്ട് പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്ന സമയത്തിന് വ്യത്യാസം കാണാം. അപ്പോൾ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മുടെ ടൈം എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്കൊരു റുട്ടീൻ സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ബിസിയായി ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ബിസിയായി ഇരിക്കും തോറും നമ്മുടെ മൈൻഡ് കൂടുതൽ റിലാക്സ്ഡ് ആവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ മറ്റുള്ളവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്തെങ്കിലും പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അതൊക്കെ ഒരുപാട് അങ്ങോട്ട് ഒഴിവായി കിട്ടും. ഞാൻ പൊതുവേ അങ്ങനെ ആരുമായിട്ടും വലിയ കോണ്ടാക്റ്റ് വയ്ക്കാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കൂടുതലും ഞാനിങ്ങനെ ഈ വീഡിയോസ് എടുക്കലും വീട്ടിലെ കാര്യങ്ങൾ നോക്കലും ഒക്കെയാണ്. എന്നെ ആ കൂടി ഫോൺ ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ആണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് മാത്രം 1-2 സുഹൃത്തുക്കൾ ഫോൺ ചെയ്യാറുണ്ട്. അല്ലാതെ ഞാൻ അനാവശ്യമായിട്ട് ആരെയും ഫോൺ ചെയ്ത് കുറേ മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോവുകയോ ഒന്നും ചെയ്യാറില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഗുണം നമുക്ക് തന്നെ ആയിരിക്കും. കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാനും നമുക്ക് നമ്മുടെ കഴിവുകൾ പരിപോഷിച്ചെടുക്കുവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതെൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈം നമ്മൾ ഉപയോഗപ്പെടുത്തിയാലേ നമുക്ക് അതറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ വായിക്കുന്ന കാര്യം പല വീട്ടമ്മമാർക്കും സമയം കിട്ടുന്നില്ല എന്നുള്ള പേരിൽ അവർ ഒഴിഞ്ഞു മാറാറാണുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ അതിനും ഞാനൊരു സമയം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സാധിക്കും കേട്ടോ. സാധിക്കാത്തതായിട്ട് ആരുമില്ല. എത്രയോ പേര് ജോലിക്കിടയിൽ സമയം കണ്ടെത്തി വായിക്കുന്നതായിട്ട് എനിക്കറിയാം. ഒരുപാട് പേര്, എത്രയോ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതുപോലെ അവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ലീവുള്ള ദിവസങ്ങളിലൊക്കെ അവർ ബുക്ക് വായിക്കാനും അവരുടെ ഹോബികളിൽ ഏർപ്പെടുന്നതുമായിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് എന്തുകൊണ്ടല്ലേ സമയം കിട്ടാത്തത്? അപ്പോൾ ചോദിക്കും, അവരെ പോലാണോ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്? ശരിയാണ്, നമുക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു കാര്യം വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എല്ലാത്തിനും മനസ്സ് തന്നെയാണ് കാരണം. നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കത്തതേ ഉള്ളൂ. പിന്നെ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും ചെറിയൊരു അസൂയയും ഒരു കുശുമ്പും ഒക്കെ തോന്നാത്തതായിട്ട് ആരും ഇല്ലല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുമ്പോഴത്തേക്കും നിങ്ങളതിൽ നിന്ന് ഇൻസ്പിറേഷനായിട്ട് നിങ്ങളും അതുപോലെ ആവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാതെ മറ്റുള്ളവർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. അപ്പം ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന പലരിൽ നിന്നും ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത്. എൻ്റെ മാത്രം ഒരു കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിലെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരുത്താം. ഇതിനിടയിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ റുട്ടീൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹാളും അതുപോലെ കിച്ചണും ഒക്കെ ഒന്ന് ഞാൻ ഒതുക്കിയിട്ടു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ട് ഹസ്ബൻഡ് ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.